ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 17-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച. ഒപ്പം ഇന്ന് ജൂലൈ 31 വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ദിവസം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള കത്തോലിക്ക തിരുസഭയുടെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ്. നമുക്കറിയാം, ഈ ഏറ്റവും അറിയപ്പെടുന്ന സന്യാസ സഭകൾ എന്ന് പറയുന്നത് ബെനഡിക്റ്റൈൻ, കാർമലൈറ്റ്, ഫ്രാൻസിസ്കൻ, ഡൊമിനിക്കൻ സന്യാസികളൊക്കെയാണ്. പിന്നീട് നമ്മളിപ്പോൾ ഈ ലിയോ പാപ്പായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, വലിയൊരു ചരിത്രമുള്ള അഗസ്റ്റീനിയൻ സഭയുണ്ട്. അപ്പം ഇങ്ങനെ ഈ സഭകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ സഭകളിൽപ്പെട്ട സന്യാസികൾ, അവരുടെ ആശ്രമങ്ങൾ, അവരുടെ സ്ഥാപനങ്ങളൊക്കെ ലോകമെമ്പാടുമുണ്ട്. ആ ഗണത്തിൽ നമ്മളെപ്പോഴും സംസാരിക്കുകയും പറയുന്നൊരു കാര്യമാണ്, ആ ഗണത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനേകർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള ഏറ്റവും ശക്തമായൊരു സന്യാസ സഭയാണ്, മിഷണറി സഭയാണ് ജെസ്യൂട്ട്സ് അഥവാ സൊസൈറ്റി ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന ഈശോ സഭ. ഈ സഭയുടെ സ്ഥാപകനാണ് ഇഗ്നേഷ്യസ് ലയോള. 1540 അത് സ്ഥാപിതമാകുന്നത്. ഒരു വലിയ പാരമ്പര്യവും ശക്തമായ മുന്നേറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയും ഒക്കെ ഉള്ളൊരു സഭയായിട്ടാണ് നമ്മൾ ഈ ഒരു ഈശോ സഭയെ കണക്കാക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ ഈശോ സഭ അംഗമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിൽ ജീവിച്ച ഒരു വിശുദ്ധൻ. അനേകം വിശുദ്ധരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഫിലിപ്പ് നേരി, ജോൺ ഡി ബ്രിട്ടോ, അതിനെല്ലാം ഉപരി ഫ്രാൻസിസ് സേവിയർ പോലെയുള്ള അനേകം വിശുദ്ധരെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വിശുദ്ധൻ ആണ് നമുക്ക് ഇഗ്നേഷ്യസ് ലയോളയെ കാണാൻ സാധിക്കും. ഇനിഗോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിന്റെ പേര്. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. ലയോള പ്രഭു കുടുംബത്തിൽ ഒരു കൊട്ടാരത്തിലാണ് ജനിച്ചത്. ഞാനിങ്ങനെ ഞങ്ങളുടെ രൂപത എന്നൊക്കെയുള്ള മിൽട്ടൺ അച്ഛൻ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ആ കൊട്ടാരം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കാണുന്ന പോലുള്ള കൊട്ടാരമല്ല, അതിനേക്കാൾ വലിയ ബൃഹത്തായ ഒരു കൊട്ടാരമാണ് ഈ ഇഗ്നേഷ്യസ് ലയോളയുടെ വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു കൊട്ടാരമൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോയി എന്നുള്ളതാണ് വളരെ വീരോചിതമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത. അതൊരു പട്ടാളക്കാരനായിരുന്നു. മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, അതൊരു പട്ടാളക്കാരനായിരുന്നു. കാലിലേറ്റ ബുള്ളറ്റ് കൊണ്ട് ഏറ്റ ഒരു പരിക്കില് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്താണ് അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നതും ആ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങുന്നത്. ഈശോയെ കുറിച്ചുള്ള പുസ്തകങ്ങളും വിശുദ്ധയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഒക്കെ വായിച്ചു വന്നിട്ട് ആ വായനയിൽ നിന്നും ഉണ്ടായ ഒരു ബോധ്യം അദ്ദേഹം ഇപ്രകാരം കുറിച്ചു വയ്ക്കുകയാണ്: അവനും അവൾക്കും ആകുമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? വിശുദ്ധനാകാനുള്ള, അവനും അവൾക്കും വിശുദ്ധനാകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വിശുദ്ധനായിക്കൂടാ എന്ന് സ്വയം ചോദിച്ചിട്ട് ആ രോഗശൈലിയിൽ നിന്ന് പിന്നീട് ജീവിതത്തിലേക്ക് അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അറ്റ് മയോര ദേ ഗ്ലോറിയം, ഓൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്, എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി എന്ന ആപ്തവാക്യത്തോടു കൂടി ഈ മിഷണറി സഭയ്ക്ക് തൻ്റെ 5 കൂട്ടുകാരോടൊപ്പം ചേർന്ന്, ഫ്രാൻസേവർ ഉൾപ്പെടുന്ന കൂട്ടുകാരോടൊപ്പം ചേർന്ന് അദ്ദേഹം ആ സഭ സ്ഥാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ സുവിശേഷമാകും എന്ന് പറയുന്നത് ഈശോ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന തലക്കെട്ടോടു കൂടിയുള്ള മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനും ആ തച്ചന്റെ മകനല്ലേ? ഇവന്റെ അമ്മ മറിയം എന്ന് വിളിക്കപ്പെടുന്നവളല്ലേ? യാക്കോബ്, ജോസഫ്, ഷിമിയോൻ, യൂദ എന്നിവർ ഇവന്റെ സഹോദരങ്ങളല്ലേ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയിൽ ഇടറുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇനിയും സുവിശേഷഭാഗം യഥാർത്ഥത്തിൽ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവചരിത്രമായിട്ട് ബന്ധപ്പെട്ട സുവിശേഷഭാഗമല്ല, നമ്മുടെ ആണ്ടുവട്ടത്തെ സുവിശേഷഭാഗമാണ്. പക്ഷെ ഇതിങ്ങനെ ഈ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, നമ്മുടെ കത്തോലിക്ക സഭയിലെ വലിയ സഭാ സ്ഥാപകരൊക്കെ റിജക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും വലിയ സന്യാസി എന്നൊക്കെ പറയുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെ സ്വന്തം ശിഷ്യന്മാർ അല്ലെങ്കിൽ ആ ആശ്രമത്തിൽ തന്നെ ഉള്ളവര് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് ആ ബിഷപ്പ് തകർത്ത് കളയുന്ന പ്രാർത്ഥനയും എക്സോർസിസത്തിന്റെ ശക്തിയും ഒക്കെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസി പുറന്തള്ളപ്പെട്ടു, ശിഷ്യന്മാരാൽ പുറന്തള്ളപ്പെട്ട് പുറത്ത് കിടക്കേണ്ടി വന്ന, തണുത്ത് വിറങ്ങലിച്ച് കിടക്കേണ്ടി വന്നൊരു മനുഷ്യനായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ അനേകര്, ആവിലായാലും വിശുദ്ധ അമ്മ ത്രേസ്യ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ചാവറ അച്ഛൻ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ കത്തോലിക്ക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു വിചിത്രമായ വസ്തുതയാണ് അവഗണന എന്ന് പറയുന്നത്, അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. ഒരാൾ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ആശയത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളാനായി തീരുമാനമെടുക്കുകയും മുന്നോട്ട് പോയി ചെയ്യുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവഗണനകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ക്രിസ്തു സ്വന്തം നാട്ടിൽ വന്നത് എല്ലായിടത്തും ഇങ്ങനെ യേശു കഫർനാം എന്ന് പറയുന്നത് യേശു ഇഷ്ടം പോലെ അത്ഭുതം ചെയ്ത കഫർനാം ബെത്സേദ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ട് സ്വന്തം നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ യേശു പുറന്തള്ളപ്പെടുകയാണ്, അവഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഏതാനും അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ അവന് കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നതാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അവിടെ ഒന്നും വലിയ അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ അവഗണന കൊണ്ട് ക്രിസ്തു തകർന്നു പോയതൊന്നുമില്ല. സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെട്ടു. ഈ വിശുദ്ധ ബെനഡിക്റ്റ് ആണെങ്കിലും ഫ്രാൻസിസ് അസീസി ആണെങ്കിലും ഇവരൊക്കെ അവഗണിക്കപ്പെട്ടു. ഞാൻ ഇഗ്നേഷ്യസ് ലയോളയിലേക്ക് തിരികെ വരികയാണെങ്കിൽ, ഇഗ്നേഷ്യസ് ലയോള ഒരു അൽമായൻ, ഇങ്ങനെ ഒരു പട്ടാളക്കാരൻ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ മുടങ്ങുന്നു. പാരിഷ് ബൗണ്ടറീസിന് കീഴിൽ വരുന്നൊരു പ്രാർത്ഥനാ കൂട്ടായ്മ അല്ല അർത്ഥത്തിൽ അത്. പ്രത്യേകിച്ച് ആ കാലഘട്ടം നമ്മൾ ഓർക്കണം, 15-16 നൂറ്റാണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഒരാള് പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന റിജക്ഷൻസ് അല്ലെങ്കിൽ എതിർപ്പുകൾ, അയാളൊരു പ്രൊട്ടസ്റ്റന്റ് സഭ തുടങ്ങാനുള്ള ശ്രമമാണെന്നുള്ളൊരു ചോദ്യം, അങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ട് വന്നിട്ടുണ്ട്. ഈവൻ സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് സഭയുടെ നേതൃത്വത്തിലുള്ള വിചാരണ കോടതിയാണ്. സ്പാനിഷ് ഇൻക്വിസിഷൻ പോലും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ അനേകം അവഗണനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇഗ്നേഷ്യസ് ലയോള ഈശോ സഭ സ്ഥാപിക്കുന്നതും. അത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലോകത്തിലെ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്ത് ലോകത്തിന് സമ്മാനിച്ച, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇഗ്നേഷ്യസ് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വലിയ മിഷണറി സഭയെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഓർക്കേണ്ടത് ഈ അവഗണന എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. എപ്പോഴും ഓർക്കുകയാണ്, നമ്മളൊരു രൂപതയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സന്യാസ സഭയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ ആരും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഒരു കാര്യം തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരിടേണ്ടി വരുന്ന അവഗണന വളരെ വലുതാണ്. കാരണം നാടോടുമ്പം നടുവേ ഓടുക എന്നതിന് പകരം ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന ഒരു തത്വത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് താൻ ഉൾക്കൊള്ളുന്ന ആ സംഘത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളും അവഗണിക്കപ്പെടും, അയാൾ പുറന്തള്ളപ്പെടും. ബാക്കിയുള്ളവർക്ക് ഒഴുക്കിനൊത്തിങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എല്ലാവരും ചെയ്യുന്ന തെറ്റല്ലാതായി മാറുന്നു. എല്ലാവരും കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതി അല്ലാതായി മാറുന്നു. അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്, അങ്ങനെയാണ് ലോകത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ വിശുദ്ധർ വിപ്ലവകാരികളായി മാറുന്നത് ആ ഒരു തലത്തിലാണ്. വിശുദ്ധർ നവയുഗ പ്രവാചകന്മാരെ മാറുന്നത് ആ ഒരു തലത്തിലാണ്. എന്തിന് സഭയിൽ ഈ ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ ഈ ഒരു രീതി, ഇത്തരത്തിലാണോ സഭ മുന്നോട്ട് പോകേണ്ടത്? ഇത്തരത്തിലാണോ നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ? ഇത്തരത്തിലെ നേർച്ച കാഴ്ചകളും വഴിപാടുകളും അല്ലെങ്കിൽ ആചാരങ്ങളിൽ കുരുങ്ങിക്കിടക്കാനുള്ളതാണോ കത്തോലിക്ക തിരുസഭ? അല്ലെങ്കിൽ പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് എന്തിനിങ്ങനെ സ്ഥാപനങ്ങൾ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സഭയോട് ചോദിക്കാനുണ്ട്, സഭയിൽ നിന്നുകൊണ്ട് ചോദിക്കാനുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് അയാളൊരു വിമതനെന്നോ വിപ്ലവകാരിയെന്നോ വൃത്തികെട്ടവനെന്നോ ഒക്കെ മുദ്ര കുത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന കാര്യമുണ്ട്. അപ്പൊ അതങ്ങനെ എന്നെ കേൾക്കുന്നതിൽ പലരും ചിലപ്പോൾ ഒരു പക്ഷെ അത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള അവഗണനകളിലൂടെ കടന്നുപോയിട്ടുള്ള ജീവിതങ്ങളുമായിട്ടിരിക്കുന്നവരായിരിക്കാം. അങ്ങനെയെങ്കിൽ ചിന്തിക്കുക, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഈ വിശുദ്ധരെല്ലാം അതേ വഴിയിൽ കടന്നുപോയിട്ടുള്ളവരാണ്. ഇനിഗോയും ഇഗ്നേഷ്യസ് ലയോളയും അതുപോലെ തന്നെ അനേകം വിശുദ്ധർ, അസീസിലെ ഫ്രാൻസിസ് കാലഘട്ടത്തിലൊക്കെ പറയുന്ന എന്നെ ഫൂൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുസ്തകം തന്നെ അങ്ങനെ ആ ഒരു തലക്കെട്ടിലുണ്ട്. ക്രിസ്റ്റോഫർ കൊയ്ലോയുടെ മനോഹരമായ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ അങ്ങനെ, എ ന്യൂ കൈൻഡ് ഓഫ് ഫൂൾ, ഒരു പുതിയ തരം വിഡ്ഢി എന്ന് പറഞ്ഞുകൊണ്ടാണ് അസീസിലെ ഫ്രാൻസിസിനെ
അക്കാലം വിളിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭ്രാന്തൻ അല്ലെങ്കിൽ വിഡ്ഢി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഒന്നെങ്കിൽ ഭ്രാന്തൻ, അല്ലെങ്കിൽ വിഡ്ഢി, അല്ലെങ്കിൽ വിപ്ലവകാരി, അല്ലെങ്കിൽ വിമതൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ തന്നെയാണ് എക്കാലവും. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ അതിൽ ദൈവത്തിന് സ്തുതി പറയുക. കാരണം ആ ചെറിയ തോതിലെങ്കിലും കർത്താവെ, നിന്റെ വിശുദ്ധർ നടന്ന വഴിക്ക് എനിക്ക് നടക്കാൻ സാധിച്ചല്ലോ എന്ന് വേണം നമ്മൾ സംതൃപ്തിയോടുകൂടി നന്ദിയോടുകൂടി ഓർക്കാൻ. ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ അവനും അവൾക്കും വിശുദ്ധനാകാൻ സാധിക്കുമെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യം തന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് സഭയുടെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചു തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ അനേകരുണ്ടായിരുന്നു. വലിയൊരു സന്യാസ സഭയുടെ സ്ഥാപകനായി മാറിക്കൊണ്ട് അനേകർക്ക് വിദ്യാഭ്യാസവും ഉൾക്കാഴ്ചയും സാംസ്കാരിക വളർച്ചയും അതിനെല്ലാം ഉപരി ആത്മീയ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ട് സഭ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമുക്ക് മുന്നിലുള്ളൊരു വളരെ വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളിൽ ചെയ്യാനായിട്ടുള്ള ചെറിയ തുടക്കങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.